വളരെ ചെറിയൊരു സ്പേസിൽ മാക്സിമം സൗകര്യങ്ങൾ എങ്ങനെ ഓപ്പൺ കിച്ചണിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു തരട്ടെ. ഈ വീട്ടിൽ കിച്ചൺ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഞാനൊന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. 2 സീറ്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് വളരെ കുറവുമാണ് മറ്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച്. കബോർഡുകളുടെ ഒക്കെ കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഗ്രീൻ കളറാണ് നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ഗ്രെയിൻസ് ആണ് നൽകിയിട്ടുള്ളത്. മുകളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ സ്റ്റോർ റൂം എന്ന് പറയുന്ന റൂമില്ല. ഇത് തന്നെയാണ് സ്റ്റോറേജ് സ്പേസ്. ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. ടോൾ യൂണിറ്റിന്റെ ഭാഗത്താണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ സിങ്ക് വരുന്നത് ഈ ഭാഗത്താണ്, റെഫ്രിജറേറ്റർ വരുന്നത് ഈ ഭാഗത്താണ്, ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഈ ഭാഗത്താണ്. ഈ കിച്ചന്റെ ഭിത്തി കെട്ടുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്ത് 4 ഇഞ്ച് അകത്തേക്ക് കുഴിച്ച് കെട്ടിയത് കൊണ്ട് പിന്നീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കുത്തിപ്പൊളി ഒന്നും ഇല്ലാതെ ഈ ഭാഗം പാനൽ ചെയ്തിട്ട് ഇതേപോലെ ഭംഗിയുള്ള വാൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാശ് അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം.